പ്രിയപ്പെട്ടവരെ, എല്ലാവരും സന്തോഷത്തോടും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ വചനം കേൾക്കുവാൻ ഒരുങ്ങുകയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. പലതരത്തിൽ തകർന്നു പോയവർ, പലതരത്തിൽ പരാജയപ്പെട്ടവർ, പലതരത്തിൽ വീണുപോയവർ, പലതരത്തിൽ സങ്കടങ്ങളിൽ കഴിയുന്നവർ ഈ വചനങ്ങൾ കേട്ട് അതിൽ സമർപ്പിച്ച് നിയോഗ പ്രാർത്ഥന ചൊല്ലിയതിലൂടെ സംഭവിച്ചൊരു കാര്യമാണ്. ഇരട്ടി ശക്തിയോടെ, ഇരട്ടി അഭിമാനത്തോടെ, ഇരട്ടി അനുഗ്രഹത്തോടെ, ഇരട്ടി പ്രതീക്ഷയോടെ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇരട്ടി അനുഗ്രഹത്തിലേക്ക് അവർ ചാടിക്കേറിയിരിക്കുന്നു. അങ്ങനെ ഒത്തിരി പേരുടെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഇന്നത്തെ വചനത്തിലൂടെ നല്ലൊരു അനുഗ്രഹം ഉണ്ടാകും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിലെ സമയക്കുറവുള്ളതുകൊണ്ട് അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് ചിന്തിക്കാൻ, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 6-ാം അധ്യായത്തിൽ നോഹിനോട് ദൈവം പറയുന്നൊരു കാര്യമാണ്. നീ ഒരു പെട്ടകമുണ്ടാക്കണം, വലിയൊരു പ്രളയമുണ്ടാകാൻ പോകുന്നു, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്ന് നോഹയോട് പറഞ്ഞപ്പോൾ ആ വചനത്തിൻ്റെ മുമ്പിൽ നോഹ എന്തു ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. അതിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. ദൈവത്തിൻ്റെ മാർഗത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നടന്നു. അതുതന്നെയാണ് പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ എഴുന്നേറ്റു ദൈവത്തിൻ്റെ വചനം തുറന്നു വച്ച് ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ, ആ വചനത്തിൽ ജീവിതത്തെ കൊടുക്കുമ്പോൾ, ആ വചനത്തിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ നമ്മളും ഇതേ കാര്യമാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കുവാൻ തയ്യാറാവുകയാണ്. ദൈവത്തിൻ്റെ മാർഗത്തിൽ നടക്കുവാൻ ഈ നോഹ തയ്യാറായി. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു, 22-ാമത്തെ വാക്യം. ദൈവം കൽപ്പിച്ചതുപോലെ നോഹ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ വാക്കു കേട്ടപ്പോൾ ആ വചനത്തിൻ്റെ മുമ്പിൽ തറുതല പറയാതെ, ഈ വചനത്തെ വിലയില്ലാതെ ഒന്നായി മാറ്റി നിർത്താതെ ആ വചനത്തിന് വില കൊടുത്തു. ആ വചനത്തിന് തന്നെ സമർപ്പിച്ചു. ആ വചനം എഴുതിയിരിക്കുകയാണ്, നോഹ ദൈവം കൽപ്പിച്ചതുപോലെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി. വീണ്ടും 7-ാം അധ്യായം 5-ാമത്തെ വാക്യം. നോഹ എന്തു ചെയ്തു? കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ആ വചനത്തിൽ സമർപ്പിച്ച് നോഹ ജീവിക്കുവാൻ പരിശ്രമിച്ചു, പ്രവർത്തിച്ചു. ഇനി അടുത്ത വാക്യം, 8-ാമത്തെ വാക്യം, 7-ാം അധ്യായം 8-ാമത്തെ വാക്യം. ദൈവം കൽപ്പിച്ചതുപോലെ. അങ്ങനെ കുറേ വാക്കുകളുണ്ട്. എന്നെ എല്ലാവരും ഒന്ന് കേട്ടേ. ഇത് നോഹയോട് ദൈവം പറഞ്ഞ വാക്കിൻ്റെ മുമ്പിൽ, ആ വചനത്തിൻ്റെ മുമ്പിൽ നോഹ എന്തു ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. നോഹ പ്രാർത്ഥിച്ചു, നോഹ അതനുസരിച്ചു, നോഹ ആ വചനത്തിൽ സമർപ്പിച്ചു, നോഹ അതനുസരിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ ഒരു സമർപ്പണം നടന്നു. ഈ നോഹയെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് 7-ാം അധ്യായം 19-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്തു, ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ഉണ്ടായപ്പോൾ എഴുതിയിരിക്കുകയാണ്, ജലനിരപ്പ് ഉയർന്നു. 19-ാമത്തെ വാക്യം. ആകാശത്തിൻ്റെ കീഴെ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിൻ്റെ അടിയിലായി. എല്ലാവരും ഒന്ന് കേട്ടെ, തല ഉയർത്തി നിന്നാന്ന് എഴുതിയിട്ടുണ്ട്. വലിയ സംഭവമാണ്. ഞങ്ങൾ വലിയ ആളാണ്, ഞങ്ങൾ അത്രയും പണമുള്ളവർ ആരാ ഉള്ളത്, വിദ്യാഭ്യാസമുള്ളത് ആരാ ഉള്ളത്, സൗന്ദര്യമുള്ള ആരാ ഉള്ളത്, പദവിയുള്ള ആരാ ഉള്ളത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തല ഉയർത്തി നിന്നതൊക്കെയും ഒരു പ്രതിസന്ധി വന്നപ്പോഴോ അതിനടിയിലായി. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിൽ അതനുസരിച്ച് പ്രവർത്തിച്ച നോഹ വെള്ളത്തിൻ്റെ അടിയിലായി എന്ന് എഴുതിയിട്ടുണ്ടോ? നോഹും
നോഹിൻ്റെ പെട്ടകവും പെട്ടകത്തിലുള്ളവരും എത്ര വെള്ളം പൊങ്ങിയിട്ടും അതിൻ്റെ മുകളിൽ ഒരു പ്രതിസന്ധിയും കൂടാതെ, മുകളിൽ ഒരു കേടുപാടുകളൊന്നും വരാതെ സന്തോഷത്തോടെ മുകളിൽ നിന്നു. തല ഉയർത്തി നിന്നതൊക്കെയും വെള്ളത്തിൻ്റെ അടിയിലായി. ഇന്നും ചിന്തിച്ചു നോക്കിക്കേ, സ്വന്തം കഴിവിലും ബുദ്ധിയിലും പണത്തിലും സ്വാധീനത്തിലും ഒക്കെ തല ഉയർത്തി നിന്ന പലതും, പല വ്യക്തികളും, പല കുടുംബങ്ങളും, പല പ്രസ്ഥാനങ്ങളും, പല സംവിധാനങ്ങളും, പല കമ്പനികളും, പല കുടുംബങ്ങളും, പലരുടെ വിദ്യാഭ്യാസവും ഒക്കെ വലുതാന്ന് പറഞ്ഞത് സംഭവമാണെന്ന് പറഞ്ഞ് തല ഉയർത്തി നിന്നതൊക്കെയും ചില പ്രതിസന്ധികൾ വന്ന് കയറി 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 അവരെ മൂടിക്കളഞ്ഞു, ഒന്നും അല്ലാതായി. ഇന്ന് ആകെ തകർന്നു. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്ത നോഹ വെള്ളത്തിനടിയിലായി എഴുതിയോ? നോഹൻ്റെ കുടുംബവും വെള്ളത്തിനടിയിലായി പോയി എഴുതിയോ? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അകത്തെ ആ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെച്ച്, ഹൃദയത്തിനകത്ത്, അതായത് നമുക്കെല്ലാവർക്കും എഴുതാനൊരു നോട്ട് ബുക്കുണ്ട്, അതുപോലെ തന്നെ ഹൃദയവും ഒരു നോട്ട് ബുക്കാകട്ടെ. അതിലും കൂടെ ഒന്ന് എഴുതി വെച്ച്, ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പം എന്തു വചനം, ഇതാണോ ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് തല തിരിഞ്ഞ പ്രവൃത്തി ചെയ്ത നോഹിനെയല്ല, ആ വാക്ക് കേട്ടപ്പോൾ അത് അംഗീകരിച്ച്, അതിനെ സ്നേഹിച്ച്, അത് ഉൾക്കൊണ്ട് ആ വചനത്തിന് തന്നെ സമർപ്പിച്ചപ്പോൾ പ്രതിസന്ധികളെല്ലാം വന്നുകൂടിയപ്പോഴും നോഹിനെയോ നോഹിൻ്റെ കുടുംബത്തെയോ തൊടാൻ പോലും പറ്റാത്തൊരു ദൈവീക സംരക്ഷണത്തിൻ്റെ ഒരു വലയം അവിടെ ഉണ്ടായി. വചനം തുറന്നു വച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോലും അറിയാതെ ഒരു ദൈവീക സംരക്ഷണം കൂടെയുണ്ട്. എന്തു പ്രതിസന്ധികൾ വന്ന് അവിടെയും ഇവിടെയും ഒക്കെ തകർന്നു പരാജയപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴും വചനത്തിലാണോ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളെ ദൈവം ഉള്ളംകൈയിലെന്ന പോലെ സംരക്ഷിക്കും, ഉള്ളംകൈയിലെന്ന പോലെ സംരക്ഷിക്കും. ഈ വെള്ളത്തിൽ അടിയിലായി പോകേണ്ട ആളായിരുന്നു നോഹയും കുടുംബവും. പക്ഷേ ആ പ്രതിസന്ധി വന്നപ്പോഴും വെള്ളത്തിനടിയിലായി പോകാതെ സൂക്ഷിച്ചത് ദൈവത്തിൻ്റെ വാക്കിൽ നിന്നതുകൊണ്ടല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി സീരിയസ് ആണ്. നമ്മൾ അത്രയും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ ആരംഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാകുന്നു. ഇനി അടുത്ത 8-ാമത്തെ വാക്യത്തിൻ്റെ പ്രസക്ത ഭാഗം നോക്കിക്കേ. നോഹയെയും പെട്ടകത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. ആരെ ഓർത്തു? ആ ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്ത വ്യക്തിയെ, കുടുംബത്തെ ദൈവം ഓർത്തു, ആ സമയത്തോർത്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഏതെങ്കിലും ഒരു വിഷമങ്ങൾ അഥവാ വന്നാലും ദൈവം അത് ഓർക്കും, ദൈവം നിങ്ങളെ കാണും. അടുത്ത വാക്യമാണ് അവസാനം 4-ാമത്തെ വാക്യം. 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. എവിടെയായാലും പൊട്ടിപ്പൊളിഞ്ഞ് പോയി എന്നാണോ എഴുതിയിരിക്കുന്നത്? ആ പെട്ടകം ഉറപ്പിക്കേണ്ട സ്ഥലത്ത് വൃത്തിയായി ശക്തമായി ഉറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഒരു ഉറപ്പില്ലാതിരിക്കുന്നത്? ദൈവമാ ഉറപ്പിക്കുന്നത്. ദൈവം നിന്നെ ഉറപ്പിക്കും. നല്ലൊരു കുടുംബ ജീവിതം തന്ന് ദൈവം നിന്നെ ഉറപ്പിക്കും. നല്ല സാമ്പത്തിക സംരക്ഷണവും സുരക്ഷിതത്വവും നൽകി, ആവശ്യത്തിന് നൽകി ദൈവം നിന്നെ ഉറപ്പിക്കും. നല്ല ജോലി തന്ന് വചനത്തിൽ നിൽക്കുന്ന ഒരാളാണോ, വചനത്തിന് വില കൊടുക്കുന്ന ഒരാളാണോ, വചനത്തിന് വേണ്ടി വചനത്തിൽ സമർപ്പിച്ച ഒരാളാണോ, ജീവിതം നൽകി ദൈവം നിന്നെ ഉറപ്പിക്കും. സമൃദ്ധി നൽകി ഉറപ്പിക്കും, സന്തോഷം നൽകി ഉറപ്പിക്കും, ആശ്വാസം നൽകി ഉറപ്പിക്കും. നല്ല ജോലിയും നല്ല ഭാവിയും നല്ല ആരോഗ്യവും ദീർഘായുസ്സൊക്കെ തന്ന് ദൈവം നിന്നെ ഉറപ്പിക്കേണ്ടിടത്ത് ഉറപ്പിക്കും. പല കാര്യങ്ങൾക്കും പരിശ്രമിക്കുന്നവരുണ്ട്. ദൈവം നിങ്ങളെ ഉറപ്പിക്കും കേട്ടോ, ദൈവം നിങ്ങളെ ഉറപ്പിക്കും. ഞാനെയും ഇത്രയും മഴയും വെള്ളമെല്ലാമായി, ഇനി എവിടെ ഉറയ്ക്കാനാ? മുഴുവൻ ചെളിയായിപ്പോയില്ലേ, ഇനി എന്ത് ചെയ്യാൻ, എങ്ങനെ തിന്നും? ദൈവം ഉറപ്പിക്കേണ്ടിടത്ത്. കാരണം ദൈവത്തിൻ്റെ വാക്കിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കിൽ സമർപ്പണം നടത്തിയ ഒരാൾ എവിടെയും എത്താതെ പോകില്ല. അവനെ ഉറപ്പിക്കേണ്ടിടത്ത് ദൈവം ഏറ്റവും ശക്തമായി ഉറപ്പിക്കും. അത് ശുശ്രൂഷയിലാണേലും അത് ജീവിതത്തിൻ്റെ ഏതു കാര്യത്തിലും. നമുക്ക് പ്രാർത്ഥിക്കാം.